2025 ശ്രീരാമകൃഷ്ണ സേവാ പുരസ്കാരം ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസിന് സമ്മാനിച്ചു. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ദർശനങ്ങളിലൂടെ ഓരോ ഭാരതീയനും ഉൾക്കാഴ്ച ഉള്ളവരായി മാറുമെന്ന് സി.വി. ആനന്ദബോസ് പറഞ്ഞു. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ദർശനങ്ങളുടെ മനനത്തിലൂടെ ഓരോ ഭാരതീയനും ഉൾക്കാഴ്ചയുള്ളവരായി മാറുമെന്നും അഴിമതിയല്ല അഭിമാനമാണ് നമുക്ക് വേണ്ടതെന്ന തിരിച്ചറിവ് പുതിയ തലമുറയുടെ ഒരു വികാരമായി താൻ കാണുന്നുവെന്നും ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് പറഞ്ഞു. ആത്മാഭിമാനത്തോടെയും സഹവർത്തിത്വ ബോധത്തോടെയും നാം ഓരോരുത്തരും രാഷ്ട്രത്തിനായി സേവനമർപ്പിക്കണം. കലൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമത്തിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 ശ്രീരാമകൃഷ്ണ സേവാ പുരസ്കാരം ഡോക്ടർ സി.വി. ആനന്ദബോസ് ഏറ്റുവാങ്ങി. ഇവിടെ ഞാൻ കണ്ടത് അഴിമതിയും അക്രമവും അതിൻ്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന സർവകലാശാലകൾ. അഴിമതി എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിൽ അഴിമതി. ചില ഗ്രാമപ്രദേശങ്ങൾ ഗുണ്ടാരാജാണ്. ഇത് വന്ന് കാണേണ്ടത് തന്നെയാണ്. കേരളത്തിലെ പോലൊന്നും അല്ല. കേരളത്തിൽ അംഗീകാര അക്രമമുണ്ട്. ഇവിടെയും കൊട്ടേഷൻ സംഘങ്ങളൊക്കെ ഉയർന്നു വരുന്ന പത്രങ്ങളിൽ വായിക്കാറുണ്ട്. പക്ഷേ അവിടെ അങ്ങനെയല്ല. ചില ഗ്രാമപ്രദേശങ്ങളിൽ ഭരിക്കുന്ന ഗുണ്ടകളാണ്. ഗുണ്ടകൾ വന്ന് തീരുമാനിക്കും. വളരെ അറപ്പിക്കുന്ന മനം മടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്നലെയും പറഞ്ഞു. സന്ദേശ് ഗലി എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ഗുണ്ടയുണ്ട്. അയാളുടെ അനുയായികളും വീട്ടിലേക്ക് വന്നിട്ട് പറയും, രാത്രി 8 മണിയാകുമ്പോൾ വന്നിട്ട് പറയും, ഈ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ പാർട്ടി ഓഫീസിലേക്ക് അയക്കണം എന്ന്. 2-3 ദിവസം കഴിഞ്ഞേ തിരികെ ഇവിടെ ഉള്ളൂ. അത് അവരുടെ മനോവ്യഥ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. ചടങ്ങിൽ ഐമനം രവീന്ദ്രന്റെ കുട്ടികളുടെ മഹാത്മാ എന്ന പുസ്തകം ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് പ്രകാശനം ചെയ്തു. ശ്രീരാമകൃഷ്ണ സേവാശ്രമം മാനേജിംഗ് ട്രസ്റ്റി C.S. മുരളീധരൻ, കമ്മിറ്റി അംഗങ്ങളായ പി. കുട്ടിക്കൃഷ്ണൻ, രാജീവ് വി, C.G. രാജഗോപാൽ, ഹണിയസ് ഗോപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് പ്രശസ്ത എഴുത്തുകാരൻ C. രാധാകൃഷ്ണന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഗവർണർ എക്സലൻസ് പുരസ്കാരവും സമർപ്പിച്ചു. ജനം, കൊച്ചി.